പിണറായി സർക്കാരല്ല, പിണറായിയുടെ അപ്പൻ, അവന്റെ അപ്പം വന്നാലും ഇനി നടക്കൂല. പിണറായി ഭരിച്ചത് മോശമായ ഭരണം. സ്വർണ്ണം അത്രയും കട്ടെടുത്ത്. പിന്നെ ഇപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ എനിക്ക് കമന്റ് ഇടണമെന്ന് അറിഞ്ഞൂടാ. എന്നെ വെട്ടിക്കൊല്ലും, നക്കിക്കൊല്ലും, കുത്തിക്കൊല്ലും എന്നൊക്കെ. ഈ മൂന്നാമത് കൂടെ ജയിക്കണമെങ്കിൽ എല്ലാം തീർന്നു. ഈ ഭരണത്തോടു കൂടി ഞങ്ങളെല്ലാം അങ്ങേയറ്റം വേദനിക്കുകയാണ് മക്കളെ. സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഒന്നും കിട്ടും. ഞങ്ങൾക്കൊരു ഭരണ മാറ്റം തന്നെ വേണം. 500 രൂപയ്ക്ക് ഓടിയ 250 രൂപ അവർക്ക് കൊടുക്കണം. ഇതാണ് ഇന്നത്തെ ഭരണം. ഇത് ഞമ്മക്കെല്ലാം ഒരു ആനുകൂല്യമില്ല. തൊഴിലില്ലായ്മയ്ക്കൊന്നും ഒന്നും ചെയ്തിട്ടില്ല. പിൻവാതിൽ നിയമനം ഭയങ്കര പ്രശ്നമാണ്. മാറ്റം ആഗ്രഹിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടാണ് വഴിയോര കച്ചവടക്കാർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നും കൊടുത്തിട്ടില്ല. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വെറും അഴിമതിയും ധൂർത്തുമായിട്ട് മാറുകയാണ്. വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ പണം മുടക്കി പൊട്ടിഘോഷിക്കുക എന്നുള്ളതല്ലാതെ അവരെ കൊണ്ട് നല്ല കാര്യങ്ങൾ നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പുള്ളിയെ നമുക്ക് വോട്ടും താല്പര്യമില്ല. എൻ്റെ പൊന്നോ. കേരളം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. കഴിഞ്ഞ 10 വർഷമായി പിണറായി സർക്കാരിന്റെ ഭരണ പിന്തുടർച്ച കണ്ട കേരളം ഇത്തവണ എന്ത് തീരുമാനിക്കും? ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് ചോദിച്ചറിയാം. പിണറായി സർക്കാർ ഭരിക്കുന്നത് മോശം ഭരണം തന്നെ. സ്വർണ്ണം അത്രയും കട്ടെടുത്ത് അതിനെ ചെമ്പാക്കി. ഇനിയിപ്പം അടുത്തും കൂടെ ജയിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രവും കൂടെ മുടിക്കും. പത്മനാഭസ്വാമി ക്ഷേത്രം കൂടെ തരിപ്പണമാവും. എന്തൊരു ചെയ്ത് അയാൾ എന്തൊരു ചെയ്ത്. ഞാൻ അന്ന് പറഞ്ഞാൽ എനിക്കെന്തൊരു 2000 രൂപ പെൻഷൻ കിട്ടണമെന്നും അതും ഇതും അയാളെ മുതലത്രയും വാങ്ങിച്ചെടുത്തെന്നൊക്കെയാണ് കമൻറ്റ് ഇട്ടേക്കണത്. ഞാൻ ഇന്ന് വരെയും 10 പൈസ എവരതായിട്ട് ഞാൻ 10 പൈസ പോലും എനിക്ക് തന്നിട്ടുമില്ല. ഞാൻ ഈ പെൻഷൻ വാങ്ങിക്കണതുമില്ല. പിന്നെ അതിൻ്റെ കൂടെ നടക്കുന്ന കുറേ ഊഴകളുണ്ടല്ലോ, അവന്മാരാണ് ഇതൊക്കെ ചെയ്യണത്, ഞാനല്ല. അവന്മാർക്കാണ് ഇതെല്ലാം കിട്ടണത്. എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് പറയാനുള്ളത് എന്നാലും പിണറായി സർക്കാർ ഭരിക്കണ്ട. നല്ല നല്ല ഭരണം വരട്ടെ, മാറി മാറി ഭരിക്കട്ടെ. എപ്പോഴും ഒരാൾ തന്നെ ഇരിക്കാൻ, 2 പേര് തന്നെ ഇരിക്കാൻ വേണ്ടല്ല. ഭരണം മാറി മാറി ഇരിക്കണം, എങ്കിലേ ആ ഭരണം നമുക്ക് മനസ്സിലാക്കാക്കോളൂ. ഞങ്ങൾക്ക് ഈ ഭരണത്തോടു കൂടി ഞങ്ങളെല്ലാം അങ്ങേയറ്റം വേദനിക്കുകയാണ് മക്കളെ. എല്ലാ രൂപത്തിലും. ഒരു കാര്യത്തിൽ മാത്രമല്ല, ഞങ്ങൾ എവിടെ ചെന്നാലും ഞങ്ങൾക്ക് അവഗണന. ഞങ്ങൾക്ക് ഒരു സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഒന്നും കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു സർക്കാരിനെ ജനങ്ങളെ തിരഞ്ഞെടുത്ത് വിട്ടിട്ട് എന്ത് കാര്യം? അപ്പം ഞങ്ങൾക്കൊരു ഭരണ മാറ്റം തന്നെ വേണം. കോർപ്പറേഷൻ BJP പിടിച്ച സമയത്ത് എന്താ തോന്നിയേ? അതിൽ വളരെ സന്തോഷം തോന്നി. ഞങ്ങൾക്ക് അതിൽ പരം ഒരു സന്തോഷം ഇനി ഇല്ല. BJP ഭരണത്തിൽ വരണം. അവര് വരണമെന്നാണ് ഞങ്ങളുടെ BJP ഭരണത്തിൽ വരണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. കാര്യം കോൺഗ്രസും ഭരിച്ചു, കോൺഗ്രസിന്റെ ഭരണം കൊള്ളൂലെന്നല്ല പറയണത്, കമ്മ്യൂണിസ്റ്റിന്റെ ഭരണം കൊള്ളൂലെന്നല്ല പറയണത്. കമ്മ്യൂണിസ്റ്റിന്റെ ഭരണം നല്ല ഭരണമാണ്. EMS ഭരിച്ച് നല്ല ഭരണം, നയനാർ ഭരിച്ച് നല്ല ഭരണം, അതുപോലെ ഒരുപാട് ആൾക്കാർ ഭരിച്ച് നല്ല ഭരണം. പക്ഷെ പിണറായി ഭരിച്ചത് മോശമായ ഭരണം. പിന്നെ ഇപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കമന്റ് ഇടണമെന്ന് അറിഞ്ഞൂടാ. എന്നെ വെട്ടിക്കൊല്ലും, നക്കിക്കൊല്ലും, കുത്തിക്കൊല്ലും എന്നൊക്കെ. അതിനൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. പിന്നെ ഈ മൂന്നാമത് കൂടെ ജയിക്കണമെങ്കിൽ എല്ലാം തീർന്നു. പിന്നെ കുറേ പേർക്ക് അയാൾ ഭരിക്കണമെന്നുള്ള ആഗ്രഹമാണ്. എങ്കിൽ ആ ആഗ്രഹം നടക്കണമെങ്കിൽ എല്ലാം അതോടുകൂടി സുഖമാകും. പിണറായി സർക്കാരല്ല, പിണറായിയുടെ അപ്പൻ, അവന്റെ അപ്പം വന്നാലും ഇനി നടക്കൂല. ഇത്തവണ നടക്കൂല. BJPക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടാവും, യാതൊരു തർക്കമില്ല. കോർപ്പറേഷൻ BJP പിടിച്ചപ്പോൾ എന്താ തോന്നിയത്? BJPക്ക് അർഹതപ്പെട്ടാണ് BJP പിടിച്ചത്. ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ടല്ലേ BJP വന്നത്. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം നല്ല വ്യക്തിയാണ്. നിയമത്തെ അദ്ദേഹം ജയിക്കും, യാതൊരു തർക്കമില്ല. ഇപ്പോൾ വെച്ച് തന്നെ സർക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. തമ്പാനൂർ പോയ ഒരാളെ എടുക്കാൻ പറ്റൂല. തമ്പാനൂർ പോയ ഒരാളെ എടുക്കാൻ ഒക്കില്ല. പിന്നെ തമ്പാനൂർ പോയി ആളെ ഇറക്കുന്നതും ഇവർ പോലീസ് 2-3 എണ്ണം വന്ന് വണ്ടി കയറും. വണ്ടി കയറി വന്നിട്ട് അവിടെ കൊണ്ടുപോയി നമ്മളെ കരയിപ്പിക്കും. ഇത് 250 രൂപ, 500 രൂപയ്ക്ക് ഓടിയ 250 രൂപ അവർക്ക് കൊടുക്കണം. ഇതാണ് ഇന്നത്തെ ഭരണം. എന്ന് വെച്ചാൽ ഒരു ഇതുമില്ല. ഇത് ഞമ്മക്കെല്ലാം ഒരു ആനുകൂല്യമില്ല. എന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി ഒരുപാട് ദിവസം വരെ നമുക്ക് കയറി കിടക്കാടമില്ല. അവിടെ പോയിട്ട് സർക്കാരിൻ്റെ അടുത്ത് പറയും നമുക്കൊരു വീടുണ്ട്, നമ്മളവിടെ ഇതായിട്ട് കിടക്കുകയാണ്, നമുക്ക് ഇതുവരെ നമുക്കൊന്നും തന്നിട്ടില്ല. ഈ വണ്ടി ഒരു ദിവസം ഓടില്ലെങ്കിൽ ഫൈനാൻസുകാരന്മാർ, അതിലും ഒരു കഷ്ടം തന്നെയാണ്. സർക്കാർ കയറിയിട്ട് ആര് കയറിയിട്ടും ഒരു നേട്ടമില്ല. മാറ്റം വന്നാൽ ഇതിൽ വ്യത്യാസം ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഇനിയിപ്പോൾ ആദ്യം വന്ന ചില വ്യത്യാസം കാണും. കോർപ്പറേഷനിൽ മാറ്റം വന്നില്ലേ? അതുപോലെ നിയമസഭയിലും നല്ലോണക്ക് വന്നിരുന്നാലും നേട്ടം ഉണ്ടാവും. ഇവിടുത്തെ ജനങ്ങളെല്ലാം ഇവിടുത്തെ മാറ്റം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഓൾറെഡി എല്ലാവരുടെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിണറായി വിജയനെ കുറിച്ച് നമുക്ക് ഒരു താല്പര്യമില്ല. എൻ്റെ പൊന്നും മാറ്റണം, അതാണ് ആൾക്കാർ. ഞാനൊക്കെ ആഗ്രഹിക്കും, ഞങ്ങൾ യൂത്തന്മാർ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. പുള്ളിയെ നമുക്ക് വോട്ടും താല്പര്യമില്ല. എൻ്റെ പൊന്നും ശോകം. ജെൻസിക്ക് രാഷ്ട്രീയം ഉണ്ടോ? രാഷ്ട്രീയം ഇല്ലെന്നാണ് പറയുന്നത്. അവർ ഇതിലൊന്നും ഇടപെടാറില്ല, ചുമ്മാ റീൽസൊക്കെ നോക്കിയിരിക്കുന്നവരാണെന്നാണ് പറയുന്നത്.
ഇപ്പൊ ജെൻസിക്ക് രാഷ്ട്രീയമുണ്ടോ? ജെൻസി ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ. പക്ഷെ കക്ഷി രാഷ്ട്രീയം ഞങ്ങൾക്കില്ല, ഇന്ന പാർട്ടി അങ്ങനെ ഒരു രാഷ്ട്രീയം പൊതുവെ ഞങ്ങളുടെ ഇടയിൽ കുറവാണ്. കമ്പാരിറ്റീവ്ലി പഴയ പോലെയുള്ള കോളേജിലുള്ള പോലെ അങ്ങനത്തെ ഓരോ പാർട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഇടയിൽ കുറവാണ്. പക്ഷെ ഞങ്ങൾക്കുണ്ട്, രാഷ്ട്രീയം ഉണ്ട്. മാറ്റം വരുന്നെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നല്ല നല്ല ടെക്നോളജി ഉറപ്പായിട്ടും മാറ്റം വരണം, കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി വേണം. കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടാണ് വഴിയോര കച്ചവടക്കാർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നും കൊടുത്തിട്ടില്ല. കോർപ്പറേഷൻ BJP പിടിച്ചല്ലോ. അപ്പൊ ആ ഒരു മാറ്റം ഇനി ഇവിടുത്തെ ഇലക്ഷൻ ഉണ്ടാവുമെന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം ജനങ്ങൾ മാറിക്കഴിഞ്ഞു. ഇവർ മറ്റുള്ളവർ തമ്മിലടിക്കാനുള്ള മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അവർക്ക് ഭരണം മുന്നിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വെറും അഴിമതിയും ധൂർത്തുമായിട്ട് മാറുകയാണ്. വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ പണം മുടക്കി കൊട്ടിഘോഷിക്കുക എന്നുള്ളതല്ലാതെ അവരെ കൊണ്ട് നല്ല കാര്യങ്ങൾ നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു മാറ്റം നമ്മുടെ നിയമസഭാ ഇലക്ഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. കാരണം ജനങ്ങൾ മാറിക്കഴിഞ്ഞു. കാരണം അവരുടെ കണ്ണൂർ തന്നെ തമ്മിലടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അവിടുത്തെ ജനങ്ങൾ കംപ്ലീറ്റ് മാറിക്കഴിയും. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഇതുവരെ 40 വർഷം കൊണ്ട് LDF ഭരിക്കുന്ന ഇതാണ് ഇപ്പോൾ BJP. അത് അവരുടെ കയ്യൂക്കുണ്ടല്ല, ജനങ്ങളുടെ മാറ്റമുണ്ട്. ആ ജനങ്ങൾ വീണ്ടും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് നല്ല അഭിപ്രായമില്ല. അപ്പൊ മാറ്റം വരണമെന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ അത് തന്നെ നിയമസഭാ ഇലക്ഷനിലും അതിന്റെ ഒരു വ്യത്യാസം ഉറപ്പായിട്ടുണ്ടോ? തൊഴിലില്ലായ്മയ്ക്കൊന്നും ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പിൻവാതിൽ നിയമനം ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ബാക്കി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവസാന നിമിഷമാണ് എല്ലാം ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. കാരണം സർക്കാർ ജീവനക്കാരെ DA എല്ലാം അവസാനമാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ പല കാര്യത്തിലും അവർ ഇലക്ഷൻ വിട്ട് ഇറങ്ങുമ്പം തന്നെ ചെയ്തിട്ടു. അത് അവരും പാർട്ടിക്കാണ് കൊടുക്കുന്നത്. അത് മറ്റുള്ള പാർട്ടിക്കാർക്ക് വലിയ പ്രശ്നമാണ്. എല്ലാവരും ഒന്നുപോലെ ടൈറ്റായിട്ട് തന്നെ മത്സരം വരും. BJPക്കും ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, കുറേ സീറ്റുകൾ പിടിക്കും. 10 വർഷം കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഒരു മാറ്റം വരട്ടെ. ഇവനും 10 വർഷമായല്ലോ, പിന്നെ ഒരു പുതിയൊരു ആൾക്കാർ വരട്ടെ എന്നാണ് നമ്മളെ ആഗ്രഹം. പറയാനുള്ളതാണെങ്കിൽ ഈ ഭരണത്തെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് ഭയങ്കര ഒരു തിക്നെസ് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ഇപ്പോഴത്തെ ഉണ്ടാകുന്ന ഭരണരീതികൾ. കാരണം എന്ന് വെച്ചാൽ VIP ലെവലിലുള്ള രീതിയിലുള്ള ജീവിത ശൈലികളാണ് ഇവിടെ വികസനമാണ്. അതായത് വ്യവസായത്തിലാണ് കൂടുതലും മുൻതൂക്കം. പണ്ടത്തെ കാലം അതല്ലായിരുന്നു. ഭരണപക്ഷം പ്രതിപക്ഷമായിരിക്കുന്ന എല്ലാം ഒപ്പം തന്നെ. പിന്നെ വേറൊരു മുന്നണി വരണമെന്നാണ് ആളുടെ ആഗ്രഹം. നിലവിലെ ഭരണരീതിയോട് വിയോജിപ്പും പുതിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള ആഗ്രഹവും പ്രകടിപ്പിക്കുന്ന ഒട്ടേറെ പേർ നമുക്കിടയിലുണ്ട്. ഈ ജനവിധി അതെന്ത് തന്നെ ആയാലും കേരളത്തിന്റെ ഭാവി വികസനത്തിന് അത് നിർണായകമാവും.